അല്ല, അത് വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല. മാത്രമല്ല, ഇത് ഈ ഗവർണറുടെ പേരിൽ ഗവർണറെ പോലുള്ള ഒരാൾ ചാൻസലറാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മറക്കണ്ട. ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്. വളരെ അപൂർവമായിട്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ലെക്ചർ സീരീസ് നടത്തി. എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് RSS നേതാവ് സംസാരിച്ചു. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനെ അറിയിക്കണമെന്ന്. മിണ്ടിക്കൊടുത്തില്ല. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള വിഷയം വന്നത്, മന്ത്രി ശിവൻകുട്ടിയായിട്ടുള്ള വിഷയം വന്നത്. ഇപ്പോൾ 4ാമത്തെ സംഭവമാണ് ഈ സെനറ്റ് ഹാളിൽ നടന്നത്. അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവി വളരെ വലിയ പദവിയാണ്, ഭരണഘടനാപരമായ പദവിയാണ്. അവിടെ നിന്ന് താഴെ ഇറക്കി ആ സ്ഥാനത്തെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ആ ഉപയോഗിച്ചതിലുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവൺമെൻറ് അറിയിക്കണം, ഗവർണറെ അറിയിക്കണം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല. അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. അല്ലല്ല, അതൊക്കെ വെറും വാചകോടി മാത്രം നടക്കുന്നുള്ളൂ. മുഖ്യമന്ത്രി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? മുഖ്യമന്ത്രി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് രാജ്ഭവനെ അറിയിക്കണ്ടേ? ഒന്നാമത്തെ കാര്യം, രജിസ്ട്രാറാണെങ്കിലും മതസംഘടനകൾക്ക് സെനറ്റ് ഹാൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ, ഇതൊരു മതസംഘടനയല്ലേ. പിന്നെ കൊടുത്തിട്ട് അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ വന്നിട്ട് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന തീരുമാനമുണ്ട് സെനറ്റ് ഹാളിനെ സംബന്ധിച്ച്, മതസംഘടനകൾക്ക് കൊടുക്കരുത്. ഇപ്പോൾ കൊടുത്തതൊരു മതസംഘടനയ്ക്കാണ്. അപ്പോൾ ഗവർണറാണ് വന്ന് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചത്. ഗവർണർ ഇത്തരം ഈ മതപ്രചരണവും രാഷ്ട്രീയ പ്രചരണവും ഒന്നും നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഞങ്ങളുടെ എതിർപ്പ് ശക്തിയായി ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തെക്കുറിച്ച് മൗനം. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല. അതല്ലേ പറഞ്ഞത്, ഇത്രയും നേരം കഴിഞ്ഞിട്ട് അവസാനം രാമൻ്റെ ആരാണ് സീതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാൻ? പിന്നെ അല്ലാതെ പിന്നെ എന്താ പറഞ്ഞത് ഇത്രയും നേരം? ഞങ്ങൾ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യാണ്, ഡേ 1 മുതലെന്നൊക്കെ പറഞ്ഞില്ലേ? അല്ല, സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി പറഞ്ഞ 100 വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഞങ്ങൾ 2-3 കാരണം അവിടെ സ്ഥലം കിട്ടാൻ പാടാണ്. ഗവൺമെൻറ് തന്നെ 10 മാസം എടുത്തിട്ടാണ് സ്ഥലം കിട്ടിയത്. സ്ഥലം കിട്ടാൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത്. അതല്ല, പൈസ കൊടുത്താൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങിക്കുകയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അല്ല, എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണത്? സത്യം തുറന്നു പറഞ്ഞതിനാണ് നടപടിയെടുക്കുന്നത്. മന്ത്രിമാരെല്ലാം ക്യൂ നിന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. മന്ത്രിമാരെല്ലാം ഒരു വശത്ത് പറയുന്ന അദ്ദേഹം കറക്റ്റാണ് പറഞ്ഞത്, സത്യസന്ധനാണെന്ന്. മറ്റു വശത്ത് പോയി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞതിന്. ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്രം കാര്യം അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നതോ, ബാക്കിയുള്ള മെഡിക്കൽ കോളേജിൽ നടക്കുന്നതോ, ബാക്കിയുള്ള സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിയോ എല്ലായിടത്തേക്കും മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുക. സർക്കാർ മരുന്നില്ല, മരുന്ന് ക്ഷാമമാണ്. ഞാൻ പറയല്ലോ, സർജറി ചെയ്യാനുള്ള നൂല് പോലും ഇല്ല, അതും മേടിച്ചുകൊണ്ട് പോകണം. സർജറി നടത്തുന്ന ആൾ ഇതെല്ലാം സർജറി കത്രിക തൊട്ടുള്ള എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് പോകണം. ഈ സർജറി നടത്താൻ പോകുന്ന ആൾ. ഇത്രയും ഗതികേട് കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് ഇത്രയും ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 934 കോടി രൂപ വേണമായിരുന്നു മരുന്നും ബാക്കി സാധനം മേടിക്കാൻ. അതിന് ആദ്യം 356 പിന്നെ 150 കൊടുത്തത്. 428 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബാക്കിയുണ്ട്. ഈ വർഷം 1015 കോടി വേണം മരുന്ന് മേടിക്കാൻ. ആകെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 356 കോടിയാണ്. 356 കോടി. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി തന്നെ 1100 കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും കൊടുക്കണം. അവിടെ കാശില്ലാത്തതുകൊണ്ടാണ് അവരവിടെ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല, സർജിക്കൽ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല.
അതാണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നമല്ല, കാശ് കൊടുക്കാത്തതാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് നമുക്ക് അപ്പം നോക്കാം. ഇങ്ങനൊരു സത്യം ഒരാൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലുണ്ടാവും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇതൊക്കെ വെറുതെ, ഇതൊക്കെ ഇവരെല്ലാം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസവും. നിങ്ങളിത് കാണാതെ പോകുന്നത്, നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ UDFിൻ്റെയും പുറകെ എല്ലാവരും നടക്കുന്നതുകൊണ്ട് ഇത് കാണാത്തത്. LDFിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസവും. RSS വിവാദം പലതരത്തിലുള്ള അഭിപ്രായമല്ലേ പറഞ്ഞത്. ME ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, പിണറായി വിജയൻ വേറെന്ന് പറഞ്ഞു, ഇപ്പോൾ DGPയെ വെച്ചത് മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു, P ജയരാജൻ വേറെ പറഞ്ഞു. ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ വേറെ മാറ്റി പറഞ്ഞു, മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി മന്ത്രിമാർ ക്യൂ നിന്ന് ആ ഡോക്ടറെ വരട്ടുവാണ്. CPIയുടെ ബിനോയ് വിശ്വം ഒന്ന് പറഞ്ഞു, ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയുള്ള മന്ത്രി വേറെന്ന് പറഞ്ഞു, അനിൽ. ഇത് ഇടതുമുന്നണിയിൽ ഒരു ഏകാഭിപ്രായമില്ല. മറ്റത് അപ്പുറത്ത് ടീം UDF നിൽക്കുക. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളിതൊന്നും കാണാത്തത്. അതും കൂടി നോക്കണം. ഇനി മുതൽ അതായിരിക്കും വാർത്ത. ഇപ്പുറത്തുനിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. പിന്നെ വെറുതെ ഉണ്ടാക്കണം, വെറുതെ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കണം. ഇന്നലെ KPCC യോഗം കൂടി, അതാണ് സ്പീക്കർ N ശക്തൻ അതിശക്തമായി വിമർശിച്ചു. ഞാൻ N ശക്തൻ്റെ പ്രസംഗം ഇന്നലെ KPCC മീറ്റിംഗ് കേട്ടാണ്. അദ്ദേഹം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത എന്തൊരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. KPCC യോഗത്തിൽ വിമർശനം ഉണ്ടാവും, എനിക്കെതിരെ ഉണ്ടാവും, KPCC പ്രസിഡന്റ് ഉണ്ടാവും, നേതൃത്വത്തിനെതിരെ ഉണ്ടാവും. അത് ഞങ്ങളുടെ പാർട്ടിയാണ്, അത് പിണറായി വിജയൻ്റെ പാർട്ടിയല്ല. പിണറായി വിജയൻ ആരെങ്കിലും വിമർശിക്കുക? CPM യോഗത്തിൽ പോയിട്ട് മിണ്ടായിരിക്കല്ലേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിലില്ല, ചെറുപ്പക്കാർ വരെ ഞങ്ങൾ വിമർശിക്കും. ഞങ്ങളത് കേട്ടിരിക്കും. ഞങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും നിങ്ങൾ പറഞ്ഞാണ് തെറ്റെന്ന്. അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്, മറ്റേതാരും മിണ്ടൂല. നിങ്ങൾ വേറെ ആ വിഷയമൊക്കെ വിട്. ഇതൊന്നുമല്ല. ഇത് ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ആരും ഫോക്കസ് മാറ്റണ്ട. കേരളത്തിൻ്റെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പാവപ്പെട്ടവൻ, ഒരു നിവൃത്തിയില്ലാത്തവനാണ് സർക്കാർ ആശുപത്രി പോണത്. സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റില്ല. ഒരു സർജറിയൊക്കെ നടത്തണമെങ്കിൽ 5-10 ലക്ഷം രൂപ വേണം. വീട് പണയപ്പെടുത്തിയാൽ കിട്ടില്ല ആ പൈസ പാവങ്ങൾക്ക്. അവരാണ് ഈ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും തന്നെ. അവൻ്റെ ഗതികേടാണ്. എന്തൊരു പേരുണ്ടായിരുന്ന അഭിമാനകരമായ രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഈ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ സാധനമായിട്ട് വരുന്ന, അതൊന്നും ശ്രദ്ധിക്കേണ്ട.